അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു ഡെമോ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇത് വീഡിയോ വന്നിട്ട് സാധാരണ ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞാനൊരു 6 മണിയാകുമ്പോൾ കിച്ചണിൽ വന്നിട്ടുണ്ട്. ആദ്യം തന്നെ ചായയൊക്കെ കാച്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് നിർദോശയാണ്. ഇപ്പം മാവൊക്കെ കലക്കിങ്ങാണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സാധാ പത്തിരിപ്പൊടി എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ല കട്ടയില്ലാതെ ഇതുപോലത്തെ ഒരു ബാറ്ററാണ് കേട്ടോ റെഡിയാക്കി എടുക്കേണ്ടത്. പിന്നെ പാന് വെച്ചിട്ട് ഇരുമ്പിൻ്റെ ചട്ടിയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിലാക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നേരെ ദോശ ചുട്ടെടുക്കുക കേട്ടോ. അങ്ങനെ ഓരോ ബാറ്ററായിട്ട് ദോശ ചുട്ടെടുക്കുന്നുണ്ട്. ആദ്യത്തെ ബാറ്ററി റെഡിയാക്കിയതിന് ശേഷം അതൊന്ന് വെന്ത് കഴിഞ്ഞപ്പം നേരെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പാനിലേക്ക് വീണ്ടും നമ്മൾ എണ്ണ ഒന്ന് തൂവി കൊടുക്കുക. എന്നിട്ട് വീണ്ടും അടുത്ത ബാറ്ററും കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഈ ഒരു നീർദോശ ഇവിടെ ഉണ്ടാക്കുന്ന സമയത്ത് ചൂടോട് കൂടിയിട്ടാണ് എല്ലാവരും കഴിക്കുക. അത് മാത്രമല്ല കേട്ടോ, ഇതിന് പ്രത്യേകമായിട്ടൊരു കറിയും കാര്യങ്ങളൊന്നും ഞങ്ങൾ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാക്കാറില്ല കേട്ടോ. കാരണം ആർക്കും വലിയ ഇഷ്ടമൊന്നുമില്ല. ചില ദിവസം ദോശയ്ക്ക് ചിലപ്പോൾ തലേന്ന് ചിക്കൻ കറിയോ മീൻ കറിയൊക്കെ ആണെങ്കിൽ നമ്മളത് കൂട്ടി കഴിക്കും കേട്ടോ. എൻ്റെ മക്കൾ രണ്ടാളും എൻ്റെ അടുത്തില്ലായിരുന്നു. അവരിപ്പം രാവിലെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവരെ പോയി കൂട്ടി കൊണ്ടുവന്നതാണ്. വൈക്കിലേക്ക് പിന്നെ ഉപ്പ കൊണ്ടുവന്നതാണ് പകുതിയേക്കൽ കേട്ടോ. അങ്ങനെ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇഷ്യൂവിൻ്റെ സ്കൂളിലേക്കുള്ള ബാഗും ബുക്കും കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി വാട്ടർ ബോട്ടിലും അതുപോലെ കൊട സംഭവങ്ങളേ ഉള്ളൂ കേട്ടോ. ബുക്കും കാര്യങ്ങളും യൂണിഫോമൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അവനിതാ മോളെല്ലാം കൊണ്ടുവന്നിരുന്നുണ്ട് കേട്ടോ. അവനക്ക് പോകാനായിട്ടുണ്ട്. അപ്പോൾ ഇനി അവനും കൂടി ഒന്ന് മദ്രസിലാക്കണം. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നേരെ അവനെ മദ്രസിലാക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പോകുന്ന സമയത്ത് പോയി അവിടെ ആക്കി തിരിച്ച് വരുമ്പോൾ പെരും മഴ പെയ്തു കേട്ടോ. അതുകൊണ്ട് തന്നെ ഡ്രസ്സൊക്കെ ഫുള്ള് നനഞ്ഞിട്ടുണ്ട്. മോളും കൂടെ പോന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ആ ഡ്രസ്സ് മുഴുവനും നമ്മൾ ബാക്കിയുള്ള ഡ്രസ്സും കൂടി വാഷിംഗ് മെഷീനിൽ അലക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിനിടയിൽ ഉമ്മ കൊടുത്തയച്ചതാണ് കേട്ടോ സപ്പോട്ട. നല്ലപോലെ പഴുത്തിട്ടുണ്ട്. ഉമ്മക്ക് ആരോ കൊടുത്തതാണ്, ഉമ്മൻ്റെ അനിയത്തിൻ്റെ അടുന്നിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പാലും കൂടിയും കൂട്ടിയിട്ട് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നേരെ ചൂലൊക്കെ എടുത്തിട്ട് വേഗം അടിച്ച് വരാൻ വേണ്ടിയിട്ട് നിന്ന് കേട്ടോ. ഇന്ന് പിന്നെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് നേരത്തെ ആവണ്ട കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ലീവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ ധൃതി പിടിച്ചിട്ടുണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഇടയ്ക്ക് ചെറിയ ലീവുള്ള ദിവസം നമുക്ക് കുറച്ചൊരു ബ്രേക്ക് ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഞാൻ ലഞ്ചിൻ്റെ കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നേരെ മക്കളെയൊക്കെ പറഞ്ഞയച്ചിട്ടാണ് പിന്നെ ക്ലീനിങ്ങിലേക്ക് നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ ജനലൊക്കെ തുറന്നിടുന്നുണ്ട്. ആദ്യം തന്നെ സിറ്റൗട്ട് പോയിട്ട് അടിച്ചു വാരി കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ വേഗം എന്താ പറയുക ഡൈനിങ് ഹാളിലെ ജനൽ തുറന്നിട്ട് പിന്നെ ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിട്ട് എല്ലാ ഭാഗവും ഒന്ന് അടിച്ചു വാരി എടുക്കുകയാണ് കേട്ടോ. സിറ്റൗട്ടിലെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞ് തന്നെ വേഗം വന്നിട്ട് ഡൈനിങ് ഹാളിലെ ആ വാതിൽ അങ്ങോട്ട് അടിച്ചിടും. പിന്നെ ഡൈനിങ് ഹാളിലെ അടിച്ചു വരലും കാര്യങ്ങളൊക്കെ കഴിയും. അപ്പോഴേക്കും ഞാൻ റൂമിലുള്ള ക്ലീനിങ് ആണ് കേട്ടോ. റൂമിൽ ബുക്കും കാര്യങ്ങളൊക്കെ എന്താ പറയുക ഭയങ്കര മെസ്സി ആയിട്ട് കിടക്കും. കാരണം മക്കൾ പഠിക്കുന്നതുകൊണ്ട് തന്നെ അതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കഴിയുമ്പോഴേക്കും ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നീറ്റായിട്ട് വിരിച്ചിടും കേട്ടോ. പിന്നെ ഇതും കൂടി കഴിഞ്ഞാൽ നമ്മളെ പണികൾ ഏകദേശം കഴിയും കേട്ടോ. പിന്നെ ഒന്ന് തുടച്ചിടാനേ ഉള്ളേ. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ നമ്മൾ നീറ്റായിട്ട് തന്നെ ഒന്ന് വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഈ റൂമിൽ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ വേഗം വന്നിട്ട് ഡൈനിങ് ഹാളിലെ മേശ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ജസ്റ്റ് ഒരു മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഇതിൻ്റെ വെള്ളം ഞാൻ തലേന്ന് മാറ്റി കൊടുത്തോണ്ട് ഇന്നിപ്പോൾ മാറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 2-3 ദിവസം കൂടുമ്പം ഇതിലെ വെള്ളം ഇങ്ങനെ മാറ്റി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു ഫ്രഷ്നെസ്സിൽ നിൽക്കുകയും ചെയ്യും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നേരെ വാഷ് ബേസും ഒന്ന് കഴുകിയിട്ടാൽ അത് കഴിയും കേട്ടോ. പിന്നെ നമുക്ക് തുടക്കാനേ ഉള്ളൂ. പിന്നെ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കനുണ്ട് ഐസൊക്കെ പോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് നല്ലപോലെ വൃത്തിക്ക് കഴുകിയെടുക്കണേ. പിന്നെ ഞാൻ കുറച്ച് മോര് കാച്ചിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് കാന്താരി, ചെറിയുള്ളി, വെളുത്തുള്ളി പിന്നെ കുറച്ച് മോരും ഒക്കെ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ഈ ചിക്കനൊന്ന് മൺചട്ടിയിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടേ. നല്ലപോലെ വൃത്തിയായി കഴുകിയിട്ടുള്ള ചിക്കന് മൺചട്ടിയിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ ഒരു റെസിപ്പി മൺചട്ടി വെക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ചിക്കൻ ചേർത്തതിൻ്റെ ഉടനെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർക്കണം. 2-3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് അത്യാവശ്യമായിട്ട് ചേർക്കേണ്ടതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും കുരുമുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കുക. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട്
കുറച്ച് കറിവേപ്പില കൂടി വേണമെങ്കിൽ തണ്ടോട് കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ തണ്ടോട് കൂടിയിട്ടല്ല, ഇതേ രീതിക്കാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരൊറ്റ ഉരുളക്കിഴങ്ങിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. ഇത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ട് ഇതിടുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുക കേട്ടോ. ഇനി കൈ അങ്ങോട്ട് വെച്ചിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇത് നമ്മളെ ചിക്കന് ബീഫൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ കുരുമുളകൊക്കെ ഇട്ട് നല്ലപോലെ വറ്റിച്ചെടുത്തിട്ടുള്ള ചിക്കൻ കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ് കേട്ടോ കുരുമുളകിലിട്ട് കണ്ട് ചിക്കൻ വെക്കുമ്പോൾ. അങ്ങനെ ഇത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നേരെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേഗം വന്നിട്ട് ഇതിപ്പോൾ ഞാൻ ഡയറ്റ് തുടങ്ങിയതുകൊണ്ട് തന്നെ ഇതിലേക്കുള്ള കുറച്ചൊരു സ്മൂത്തി ഉണ്ടാക്കണം. പിന്നെ ഇത് സ്മൂത്തി ഉണ്ടാക്കിയതാണ്. നേരത്തെ ഞാൻ മോര് കാച്ചാൻ വേണ്ടിയിട്ടൊന്ന് അടിച്ചെടുത്തതാണ് കേട്ടോ. അങ്ങനെ ഒരു ചീഞ്ചട്ടി വെച്ച് ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടി കറിവേപ്പിലയും പൊട്ടിയതിന് ശേഷം നേരെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ അടിച്ച് വെച്ചതും കൂടി ഈ ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്താൽ നമ്മൾ മോര് കറി റെഡി ആവും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലത്തെ ചിക്കനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ബീഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ മോര് കറി ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ സിമ്പിളാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി. കാരണം ഇടയ്ക്കൊന്ന് മോരൊക്കെ ഒന്ന് വാങ്ങുമ്പോൾ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ നേരെ മൺചട്ടിയിൽ നമ്മൾ അടുപ്പത്ത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വെള്ളം അങ്ങോട്ട് വറ്റി വരുമ്പോഴാണ് ചിക്കനിൽ മസാലയൊക്കെ പിടിച്ച് ഉരുളക്കിഴങ്ങൊക്കെ സെറ്റ് ആയങ്ങാണ്ട് അങ്ങോട്ട് വരുള്ളൂ. നല്ലപോലെ വറ്റിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ സ്മൂത്തി ഉണ്ടായിരുന്നു കേട്ടോ, അത് വേറെ പാത്രത്തിലേക്ക് മാറ്റി. പിന്നെ ചോറൊക്കെ ഒന്ന് അടിച്ച് വെച്ചു കേട്ടോ. അതിൻ്റെ ഇടയിൽ ചോറ് ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ നേരെ വന്നിട്ട് അവിടെ ഈ ഒരു പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഇടയ്ക്കിടയ്ക്ക് വെള്ളം മാറ്റിയിട്ട് ഇതേപോലെ സെറ്റ് ചെയ്ത് വെക്കും കേട്ടോ. ഇനി കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ട് അങ്ങോട്ട് പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വെക്കണേ. അപ്പോഴേക്കും ഞാൻ വാഷിംഗ് മെഷീനിലിട്ട ഡ്രസ്സുകളൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒന്ന് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി നേരെ പുറത്ത് അയലമ്മ കൊണ്ടുപോയി ഷെഡിൽ കൊണ്ടുപോയി ചിക്കാണ് ചെയ്യുന്നത്. ഈ വീഡിയോസൊക്കെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അങ്ങനെ നമ്മൾ ഞാനെടുത്ത വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണ്ട. അങ്ങനെ അലക്കാനുള്ളത് ഉണങ്ങിയിട്ടുണ്ടായിരുന്നല്ല, അതെല്ലാം നമ്മൾ തോരയിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുളിയും പാസ്സാക്കിയിട്ട് നേരെ വന്നിട്ട് ഉച്ചയത്തെ ലഞ്ച് കഴിക്കാണ് കേട്ടോ. അപ്പോൾ ചെറിയക്കുള്ളത് വിളമ്പി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനും എനിക്കുള്ളതും കൂടി പ്ലേറ്റിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചോറ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഉച്ചയത്തെ ലഞ്ച് നമ്മൾ ഒരുമിച്ച് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരുമിച്ചാണ് കേട്ടോ കഴിക്കാറുള്ളത്. അങ്ങനെ ചോറൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട്. അങ്ങനെ നല്ല മോരുകറിയും അതുപോലെ നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ അതൊന്ന് വരട്ടി വെച്ചതാണ് കൂട്ടിങ്ങാണ്ട് അങ്ങോട്ട് ഉച്ചയത്തെ ലഞ്ച് കഴിക്കാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.